എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 6-ാം ദിവസം. ഓം ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമ. ഓം ആഞ്ജനേയായ നമ. ശ്ലോകം 13. സഹസവദന തുമരോ ജസ് ഗാവേം അസുകഹി ശ്രീപതി കണ്ഠ ലഗാവേം. എന്നൂടെ പറയാം. സഹസവദന തുമരോ ജസ് ഗാവേം അസുകഹി ശ്രീപതി കണ്ഠ ലഗാവേം. ദേവേന്ദ്രൻ പോലും അങ്ങയെ പ്രകീർത്തിച്ചു. ഇനി ആരൊക്കെയാണ് ഹനുമാൻ സ്വാമിയെ പ്രകീർത്തിക്കുന്നത് എന്നാണ്. ആരൊക്കെയാണ് ഇത്രയും അനുഗ്രഹീതനായ, ഇത്രയും അത്ഭുത സിദ്ധിയുള്ള ഈ ഹനുമാനെ ആരൊക്കെയാണ് പ്രകീർത്തിക്കുന്നത്, ആരൊക്കെയാണ് സ്തുതിക്കുന്നത്, ആരൊക്കെയാണ് പ്രകീർത്തിക്കുന്നതെന്നാണ്. കീർത്തിക്കുന്നു. സഹസബദന തുമരോ ജസ് ഗാവേ അസ്കഹി ശ്രീപതി കണ്ഠ ലഗാവേ. അപ്പം ദേവേന്ദ്രൻ പോലും അങ്ങയെ പ്രകീർത്തിച്ചു. ആശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അങ്ങയെ ആലിംഗനം ചെയ്തു. ആശിസ്സുകൾ എന്ന് വെച്ചാൽ അനുഗ്രഹാശിസ്സുകൾ, അനുഗ്രഹം കൊടുത്തുകൊണ്ട് മഹാവിഷ്ണു അങ്ങയെ ആലിംഗനം ചെയ്തു. ഇവിടെ 1000 മുഖമുള്ള അനന്തൻ പോലും നിന്നെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മീപതി അങ്ങയെ ആലിംഗനം ചെയ്തു. ഇവിടെ ദേവേന്ദ്രനായാലും വിഷ്ണുവായാലും എല്ലാവരും എന്തു ചെയ്യുന്നു? ഈ ഹനുമാനെ പ്രകീർത്തിക്കുന്നുണ്ട്. അടുത്തത് സനകാദിക് ബ്രഹ്മാദി മുനീസ നാരദ ശാരദ സഹിത അഹീശ. 14-ാമത്തെ ശ്ലോകമാണ്, 14-ാമത്തെ ഇരടിയാണ്. സനകാദിക് ബ്രഹ്മാദി മുനീശ നാരദ ശാരദ സഹിത അഹീശ. സനകാദികളാലും, സനകാദികൾ എന്ന് പറഞ്ഞാൽ സനകൻ, സനാതനൻ, സനന്ദൻ, സനത്കുമാരൻ. അപ്പം സനകാദികളായ മുനികളും മറ്റ് മുനിഗണങ്ങൾ എന്നിവരാലും നാരദൻ, സരസ്വതി, ആദിശേഷൻ എന്നിവരാലും പ്രശംസിക്കപ്പെട്ടവനാണ് വായുപുത്രൻ. അപ്പോൾ എല്ലാവരും പ്രശംസിക്കുകയാണ് ഹനുമാൻ്റെ കഴിവുകൾ കണ്ട്. എല്ലാവരും പ്രശംസിക്കുകയാണ് ഹനുമാനെ. അതാരൊക്കെയാണെന്ന് നോക്കാം. സനകാദി മുനീശ്വരന്മാരായ സനകാദികളായ സനകൻ, സനാതൻ, സനന്ദൻ, സനത്കുമാരൻ തുടങ്ങിയ സനകാദികളും ബ്രഹ്മാവ്, അതായത് ബ്രഹ്മാവും മറ്റ് മുനിഗണങ്ങളും, അതുപോലെ തന്നെ നാരദൻ, സരസ്വതി, ആദിശേഷൻ എന്നിവരാലും പ്രശംസിക്കപ്പെട്ടവനാണ് വായുപുത്രൻ. യമകുബേര ദിക്പാൽ ജഹാന്തേ കവി കോവിദ് കഹിസകേ കഹാന്തേ. 15-ാമത്തെ ഇരടിയാണ്. യമകുബേര ദിക്പാൽ ജഹാന്തേ കവി കോവിദ് കഹിസകേ കഹാന്തേ. യമനും വൈശ്രവണനും മറ്റ് ദിക്പാലകന്മാരും അങ്ങയെ പ്രകീർത്തിച്ചു. അതൊക്കെ വർണ്ണിക്കാൻ കവീശ്വര ആർക്കാണ് കഴിയുക എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും, നാനാ ദിക്കുവിലുമുള്ള ദിക്പാലകന്മാർ, യമൻ, വൈശ്രവണൻ, യമനും കുബേരൻ, വൈശ്രവണൻ എന്ന് വെച്ചാൽ കുബേരനും മറ്റ് അഷ്ടദിക്പാലകരും കവിശ്രേഷ്ഠരും ഒക്കെ എല്ലാവരും, ആർക്കും വർണ്ണിക്കാൻ വാക്കുകളില്ല. അതാണ് കവീശ്വര, ഇത് ആർക്കാണ് കഴിയുക? ഇങ്ങനെയൊക്കെ അതൊക്കെ വർണ്ണിക്കാൻ ആർക്കാണ് കഴിയുക? യമനും കുബേരനും അഷ്ടദിക്പാലകരും കവിശ്രേഷ്ഠരും എല്ലാം തന്നെ പൂർണ്ണമായും അങ്ങയെ വർണ്ണിക്കുന്നതിന് പരാജയപ്പെട്ടു. ആരൊക്കെയാണ് ഇവിടെ പ്രകീർത്തിച്ചത്? യമൻ ഹനുമാനെ പ്രകീർത്തിച്ചു. വൈശ്രവണൻ, അതായത് കുബേരൻ ഹനുമാനെ പ്രകീർത്തിച്ചു. മറ്റ് ദിക്പാലകർ എന്ന് വെച്ചാൽ അഷ്ടദിക്പാലകർ, 8 ദിക്കുകളും പാലിക്കുന്നവരായ അഷ്ടദിക്പാലകരും അങ്ങയെ പ്രകീർത്തിച്ചു. അതൊക്കെ വർണ്ണിക്കുവാൻ കവീശ്വര ആർക്കാണ് കഴിയുക? എന്ന് വെച്ചാൽ കവിശ്രേഷ്ഠന്മാരൊക്കെ ഇത് വർണ്ണിക്കാൻ നോക്കി അങ്ങയുടെ കഴിവുകൾ, അങ്ങയുടെ ഈ ശ്രേഷ്ഠത. പക്ഷേ അതൊന്നും ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക? അല്ലയോ കവീശ്വര. എന്ന് വെച്ചാൽ അത്രയ്ക്കും ശ്രേഷ്ഠമാണ്, അത്രയ്ക്കും മഹത്തരമാണ് ഹനുമാൻ്റെ കഴിവുകളെന്നാണ് പറയുന്നത്. അടുത്തത് തുമ ഉപകാരി സുഗ്രീവ കീൻഹ രാമമിലായി രാജപത് ദീൻഹ. അങ്ങ് ശ്രീരാമനെ സുഗ്രീവമിത്രമാക്കി സുഗ്രീവന് നേട്ടമുണ്ടാക്കി. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു കൊടുത്തു. അപ്പം സീതാന്വേഷണ സമയത്ത് തുമ ഉപകാരി സുഗ്രീവഹി കീൻഹ രാമമിലായി രാജപത് ദീൻഹ. 16-ാമത്തെ ഇരടിയിൽ പറയുന്നത് അങ്ങ് ശ്രീരാമനെ സുഗ്രീവമിത്രമാക്കി. അപ്പോൾ സീതാന്വേഷണ സമയത്താണ് വാനരസേനയെ പരിചയപ്പെടുന്നത്. സുഗ്രീവനാണ് വാനരരുടെ രാജാവ്.
അപ്പോൾ അവിടെ സുഗ്രീവനെ മിത്രമാക്കി സുഗ്രീവന് നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ബാലിയെ വധിച്ചിട്ട് സുഗ്രീവന് രാജ്യം കൊടുത്തു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങ് സുഗ്രീവന് വിലമതിക്കാനാകാത്ത ഉപകാരമാണ് ചെയ്തത്. സുഗ്രീവനെ രാമൻ്റെ മിത്രമാക്കി. അതിലൂടെ സുഗ്രീവന് രാജപദവി സ്വന്തമായി. അടുത്തത് 17ാമത്തെ ഈരടിയാണ്. തുമരോ മന്ത്രി വിഭീഷണമാന ലങ്കേശ്വരി ഭയേ സബ് ജഗ് ജാന. തുമരോ മന്ത്രി വിഭീഷണമാന ലങ്കേശ്വരി ഭയേ സബ് ജഗ് ജാന. അങ്ങയുടെ ഉപദേശം സ്വീകരിച്ച വിഭീഷണൻ ലങ്കേശ്വരനായി തീർന്ന വിവരം സകല ലോകർക്കും അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഉപദേശം സ്വീകരിച്ചതിനാലാണ് വിഭീഷണൻ ആരായി തീർന്നത്? ലങ്കേശ്വരനായി തീർന്നത്. അപ്പം രാവണൻ്റെ സഹോദരനാണെങ്കിലും രാക്ഷസനാണെങ്കിലും രാക്ഷസീയ ഭാവം ഒന്നും തന്നെ വിഭീഷണനില്ലായിരുന്നു. വിഭീഷണൻ രാമൻ്റെ ഭക്തനായിരുന്നു. അങ്ങനെ ഹനുമാൻ്റെ ഉപദേശം സ്വീകരിച്ച് വിഭീഷണൻ രാമൻ്റെ അടുത്തെത്തുകയും വിഭീഷണൻ ലങ്കേശ്വരനായി തീരുകയും ചെയ്തു. കാരണം അങ്ങയുടെ ഉപദേശം സ്വീകരിച്ച വിഭീഷണൻ അങ്ങയുടെ ഉപദേശം എന്നിവിടെ പറയുന്നത് ആര്? ഹനുമാൻ്റെ ഉപദേശം സ്വീകരിച്ച വിഭീഷണൻ ലങ്കേശ്വരനായി തീർന്ന വിവരം സകല ലോകർക്കും അറിയാവുന്നതാണ്. അപ്പം ഇവിടെ എല്ലാവരാലും സ്തുതിക്കപ്പെട്ട, എല്ലാവരായും പ്രകീർത്തിക്കപ്പെട്ട, നമുക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹനുമാനെ എല്ലാവരും പ്രകീർത്തിക്കുന്ന ആളാണ്. അപ്പം എത്രയും ശ്രേഷ്ഠമായ ഹനുമാൻ്റെ അനുഗ്രഹം നമുക്കും ഉണ്ടാകട്ടെ. ഹനുമാൻ സ്വാമിയെ നമുക്കും പ്രകീർത്തിക്കാം, നമുക്കും സ്തുതിക്കാം. ഹനുമാൻ സ്വാമി എല്ലാവരെയും വായു വേഗത്തിൽ വന്ന് സംരക്ഷിക്കും, വേഗത്തിൽ വന്ന് അനുഗ്രഹം ചൊരിയും. അങ്ങനെ എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ശ്രീരാം, ജയ് ഹനുമാൻ. നന്ദി, നമസ്കാരം.